ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വർത്താനം? എല്ലാവരും സുഖത്തിലും റാഹത്തിലും തന്നെയല്ലേ? അപ്പം രാവിലെ തന്നെ നമ്മൾ റാഹത്തോടുകൂടി അടുക്കളയൊക്കെ വന്നാണ്ട് പത്തിരിക്കുള്ള പൊടി അങ്ങോട്ട് വാട്ടി വെച്ചിന് കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പ് അങ്ങോട്ട് കത്തിച്ചണം. അപ്പോൾ അടുപ്പിൽ കുറച്ച് വെണ്ണൂറൊക്കെ ഉണ്ട് ഇന്നലെ ഉണ്ടാക്കിയ. ആ വെണ്ണൂറൊക്കെ ഒന്ന് അങ്ങോട്ട് കോരി എടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ചുള്ളിക്കൊമ്പൊക്കെ അങ്ങോട്ട് വെച്ചാണ്ടേ തീജ അങ്ങോട്ട് കത്തി പിടിപ്പിച്ചാണ്ട് നമുക്ക് പത്തിരിച്ചട്ടി നമുക്ക് വെച്ചാണ്ട് പത്തിരി അങ്ങോട്ട് ചുടണം. എന്നിട്ട് വേണം ചോറും ചാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. സ്കൂൾക്ക് പോകുമ്പോഴത്തേന് ഇപ്പം ചോറും കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വെണ്ണൂറൊക്കെ അങ്ങോട്ട് കോരാണ്ട് അടുപ്പൊക്കെ ഞാൻ ചുള്ളിക്കൊമ്പൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ. മഴ പെയ്തിട്ട് ആകെ നഞ്ഞിന് മക്കളെ. അപ്പോൾ കുറച്ചൊക്കെ ഒരു വെയിലറച്ചപ്പോൾ കൊണ്ട് ഉണങ്ങിക്കിന്. അപ്പോൾ ഞാനതാണ് കൊടുന്നൽ നുള്ളിപ്പൊറുക്കി കൊടുന്നാണ് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചേക്കിന്. പൊന്നാര മക്കളെ ഗ്യാസും അങ്ങോട്ട് കഴിഞ്ഞ് കുടുങ്ങിയില്ലേ മനസ്സം. ഈ ഗ്യാസൊക്കെ ഉണ്ടായി ചേലായൊക്കെ ഇപ്പോൾ ഗ്യാസ് ഇല്ലാതെ കൂട്ടിയാൽ കൂടൂല മക്കളെ. സ്കൂൾക്ക് പോകുമ്പോഴത്തിന് ജഗ പുകല്ലേക്കാരം. അപ്പം പിന്നെ അടുപ്പത്തേക്കൊന്നും നോക്കല് വേഗം ഗ്യാസുമൊക്കെയാണ് മണ്ടൂലേ. ഏതായാലും മക്കളെ ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പ് കത്തിപ്പിടിപ്പിച്ചാണ് ഞാൻ എത്തിച്ചങ്ങോട്ട് പിടിപ്പിച്ചിട്ട് വേഗം ചായയും കടിയൊക്കെ കൈമലാണ് ഉണ്ടാക്കിയാൽ പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കാം. എന്നാലോ കത്തിപ്പിടിപ്പിച്ചാണ് പിടിച്ച് കിട്ടിയാലോ പിന്നെ നമ്മൾ ഗ്യാസുമൊക്കെ പോകൂല. കൈമലങ്ങനെ ഓരോന്ന് ആണതിനനുസരിച്ച് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മട്ടയിക്കാരെന്നോ. അങ്ങനെ അടുപ്പൊക്കെ ഞാൻ ചുള്ളിക്കൊമ്പും മോലക്കടിയൊക്കെ വെച്ചിട്ടാണ് കത്തിപ്പിടിപ്പിച്ചാണ്ട് എടുത്തത്. ഇനി നമുക്ക് ഇതിമൊക്കെ പത്തിരിച്ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ പത്തിരി പരത്തി ഉണ്ടാക്കുമ്പോഴത്തേനും അതങ്ങോട്ട് ചൂടായും ചെയ്തോളും. ഏടടുപ്പത്തൊക്കെ ഞാൻ കുടുക്കയിൽ വെള്ളം അങ്ങോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പത്തിരിയൊക്കെ ചുട്ട് കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് ചൂടായാണ് തിളക്കാനായും ചെയ്തോളും. പിന്നെ ഇതിമൊക്കെ വെച്ച് കൊടുത്താൽ അങ്ങോട്ട് തളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോഴത്തേനും ചോറൊക്കെ ഉണ്ടാവും ചെയ്യുമല്ലോ. അങ്ങനെ ഒരു തല പത്തിരി പരത്തുന്നുണ്ട്. ആകണ പത്തിരിയൊക്കെ ഇതേപോലെ അങ്ങോട്ട് ചുടുന്നുണ്ട്. ചട്ടിയൊക്കെ നല്ലോണം അങ്ങോട്ട് ചൂടായും ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ തന്നെ എടുക്കണ്ടേ, നമുക്കിപ്പോൾ ആരും എടുത്തരാനൊന്നും വരൂലല്ലോ. അപ്പോൾ വേഗം പണിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾക്ക് റാഹത്തോലി മട്ടം പോലെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നീട്ടി കുത്തിറക്കല്ലേ കുറച്ച് നേരം. പത്തിരി അങ്ങോട്ട് പരത്തൽ കഴിഞ്ഞു കേട്ടോ. ചുടൽ ഇവിടെ അങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ കണ്ടില്ല തേങ്ങ. അപ്പോൾ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ പത്തിരിക്ക് ഉണ്ടാക്കണത്. ഇവിടുത്തെ കുട്ടികൾക്ക് പിന്നെ പത്തിരിക്ക് തേങ്ങാപ്പാൽ അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചേരണ്ടതുകൊണ്ട് പത്തിരി ചുടണമുണ്ട്. അങ്ങനെ പത്തിരി ചുടൽ കഴിഞ്ഞ് മക്കളെ. ഇനിയിപ്പോൾ ആ ചോറിനുള്ള വെള്ളം ഈ അടുപ്പത്തേക്കാണ് വെക്കണം. തേങ്ങ ചിരണ്ടിയാണ് ഇനിയിപ്പോൾ പാലും ഉണ്ടാക്കണം. ഒക്കെപ്പാടൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനും സമയമില്ല. നേരം വെളുത്താളെ ജഗപൊക്കെ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ അവിടെ ഉണ്ടാക്കി എടുത്തിട്ടോ. തേങ്ങാപ്പാൽ ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല. തേങ്ങാപ്പാലൊക്കെ ഒന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചോറിന് വെച്ചതിന് വെള്ളമൊക്കെ വെട്ടി തിളക്കൽ തുടങ്ങിയാണ്. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട. അതിക്ക് ഇതേപോലെ അരിയാണ് കഴിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് കടന്ന് വെട്ടി തളിച്ച് അങ്ങനെ വെന്തും ചെയ്തോളും. അപ്പോഴത്തേനും നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോഴത്തേന് ചായയും കടിയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കും ചെയ്യുക. അവർക്ക് സ്കൂൾക്ക് പോകുമ്പോഴത്തേനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ആ ചോറാണ്ട് വെന്തും ചെയ്തോളും. അപ്പോൾ കുട്ടികൾക്കൊക്കെ മദ്രസയിൽ പരീക്ഷയാണ്. പരീക്ഷ കഴിഞ്ഞ് വന്നാലേ ഞാൻ ചായയൊക്കെ കൊടുത്തതിന് ശേഷം പറഞ്ഞു മുറ്റൊക്കെ പോയി അടിച്ചേരി മക്കളെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചൂലും കണ്ട് മുറ്റത്ത് കണ്ട് ഇറങ്ങിക്കുന്നുണ്ടോ. മുറ്റാണെങ്കിൽ ഒരുപാട് അടിച്ചു തരാനുണ്ട്. എന്നും അടിച്ചു തരുന്നതുകൊണ്ട് വല്ലാതൊന്നും ചണ്ടും ചമ്മലൊന്നും ഇല്ല. എന്നാലും പുല്ലൊക്കെ അങ്ങനെ നിറയില്ലേ മഴ ഇങ്ങനെ പെയ്തിട്ട്. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചേരി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുല്ല് നിറയുന്നതിന് കുറച്ചൊരാശ്വാസമൊക്കെ ഉണ്ടാവൂലേ. അപ്പോഴത്തേനിതാ നമ്മളെ ചോറും ഇവിടെ വന്നിട്ടിന് കേട്ടോ. ഇനിയിപ്പോൾ ആ ചോറൊക്കെ നല്ലോണം വെള്ളം പാർന്ന് അങ്ങോട്ട് ഊറ്റിയെടുക്കട്ടെ. വെള്ളം നല്ലോണം പാരണം ചോറ് ഊറ്റുമ്പം. അല്ല ഞാൻ പിന്നെ ഒരു പശ മോഡലേക്കാരം രാവിലെ ഉണ്ടാക്കുന്ന ചോറല്ല വൈകുന്നേരം ആകുമ്പോഴത്തേനും അതങ്ങോട്ട് കേടും ചെയ്യും. നല്ലോണം വെള്ളം പാർന്നാണ്ട് ഊറ്റാണ്ട് അടുപ്പത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലും ഒരു കേടും പറ്റൂല ചോറിന്. അപ്പോൾ ഇന്ന് സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകുന്നത് ഉരുളങ്കിഴങ്ങ് പൊരിച്ചതും ബീട്രൂട്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട് അതും കൊടുത്തേക്കാമെന്നും വിചാരിച്ച്. അപ്പോൾ ഉരുളങ്കിഴങ്ങൊക്കെ ഞാൻ ചെത്തന്നാക്കിയാണ് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചാണ് ഞാനത് നമ്മൾ ചോറ് വന്ന അടുപ്പത്തേക്ക് ഞാൻ ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തീന്. അതിക്ക് ഞാൻ എണ്ണക്കാണ്ട് ഒഴിച്ച് കൊടുത്താണ് അങ്ങോട്ട് പൊരിച്ച് കോരി ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ അടുപ്പത്തെ സ്കൂൾക്ക് പോകുമ്പോഴത്തേന് ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണേ. അപ്പോൾ ഞാൻ ചോറ്റുപാത്രത്തിൽ ചോറൊക്കെ ആക്കി കൊടുക്കുകയാണ് ഇനി. ഒരു നുള്ള ചോറ് മതി. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, നേരാണ് പോകുമ്പോഴത്തേനും ഇങ്ങോട്ട് ആയി കിട്ടണ്ടേ. അപ്പോൾ ആ ചോറ് ഞാൻ ആ പാത്രത്തിൽ ആക്കി കഴിഞ്ഞപ്പോൾ കൂട്ടാനും കൂടി ആയിക്കാണ്ട് ആക്കി കൊടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ട് ഞാൻ ഉപ്പിലിട്ടിനി അതാണ് കേട്ടോ കൊടുത്തേക്കണത്. അപ്പം നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ പാടെ കൊടുത്തേക്കണം. അപ്പോൾ കുട്ടികളുണ്ടാവില്ല തിന്നുന്ന സമയത്ത്. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് തോനെ ഞാൻ ഇടുന്നത്. ഇപ്പോൾ എന്ത് കൂട്ടാനാണെങ്കിൽ ഞാൻ കുറച്ച് തോനെ അങ്ങോട്ട് ഇടലാണ് കേട്ടോ. ഒക്കെ ചെറിയ മക്കളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്ടൊക്കെ അല്ലേ തിന്നുക. അപ്പോൾ ഞാൻ പറയില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. ഇനി കൊണ്ടുപോകണ കുട്ടികൾ ചോദിച്ചാണെങ്കിൽ കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തേക്കല്. അങ്ങനെ ചോറും പാത്രത്തിൽ ചോറും കൂട്ടാനുണ്ടാക്കി വെച്ച് മൂടി വെച്ചിട്ട് ഇനിയിപ്പോൾ വെള്ളം തിളപ്പിച്ചാൽ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാറിയിട്ട് നമുക്ക് വെള്ളം കുപ്പി കൂടി നിറച്ച് കൊടുത്താണ്ട് ആ ബാഗിക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ ഓലും അങ്ങോട്ട് പോയിക്കോളും. നമുക്ക് നമ്മളതായിട്ടുള്ള പണികളൊക്കെ അങ്ങോട്ട് എടുക്കും ചെയ്യാം. നഴ്സറിക്ക് അങ്ങോട്ട് പോകുമ്പം ചോറ് മാത്രം കൊണ്ടുപോയാൽ പോരോട്ടോ. ഇനിയിപ്പോൾ 11:30 കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചായൻ്റെ കടിയൊക്കെ കൊടുത്തേക്കണം. അപ്പോൾ ചായയും ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒന്നും കൊടുത്തേക്കാൻ പറ്റില്ല. മുട്ടായി അങ്ങനത്തെ ഒന്നും കൊടുത്തേക്കാൻ പറ്റില്ല. നമ്മൾ രാവിലെ എന്താണോ ചായക്ക് കടി ഉണ്ടാക്കണത് അതങ്ങോട്ട് കൊടുത്തേക്കുക.
അപ്പോൾ അതൊരു പാത്രത്തിലാക്കിയിട്ട് അതുകൊണ്ട് വെച്ചിന്. അപ്പോൾ ആ കൂട്ടാൻ പാത്രം ചോറ്റും പാത്രം ഒക്കെ ഞാൻ ബാഗിലാക്കി അവിടെ വെച്ചിന്. നമുക്ക് നമ്മളതായിട്ടുള്ള പണിയൊക്കെ എടുക്കാനങ്ങോട്ട് പോവുക. ഓല സമയമാകുമ്പം ഓല് വണ്ടി വരുമ്പം ഓല അങ്ങോട്ട് പോയിക്കോളും. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയതിന് ശേഷം ഞാൻ തിരുമ്പാളതൊക്കെ പാടെ നുള്ളിപ്പൊറുക്കി കൊടുന്നാണ് ഞാൻ വാഷിംഗ് മെഷീൻ അങ്ങോട്ട് ഇട്ടിന് കേട്ടോ. ഇനിയിപ്പോൾ അടിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരുങ്ങട്ടെ. ഇന്നിപ്പോൾ നെറൂന്നൊക്കെ തട്ടിക്കൊട്ടി അടിച്ചു തരാൻ. ഇന്നലെ മിഞ്ഞാന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് നെറൂലൊക്കെ പോയി ഓല ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ച് അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അതൊക്കെ അടിച്ചു തരി നന്നാക്കി വൃത്തിയാക്കി തുണിയും കുപ്പായങ്ങളൊക്കെ സ്കൂൾക്ക് പോകാൻ നേരത്തും അല്ലാത്ത നേരത്തൊക്കെ ആണെങ്കിലും വാരി വലിച്ച് അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇനി മടക്കി ഒതുക്കാണ്ട് എടുത്ത് വെക്കും വേണം. ഇനി അതൊക്കെ നുള്ളിപ്പെറുക്കി മടക്കി ഒതുക്കി വെച്ചിട്ട് വേണം ഇനി നമുക്ക് അടിച്ചേരി തൊടുക്കാനൊക്കെ. അടിച്ചേരി തൊടുക്കാനും വല്ലാത്ത ചണ്ടും ചമ്മലൊന്നും ഉണ്ടാവില്ല. ഈ തുണിയും കുപ്പായം അവിടെ ഇവിടെയൊക്കെ പെരന്ന് കിടക്കനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതുവരെ പെരും മഴയില്ലേന്. എപ്പം ഒന്ന് വെയിലറച്ചപ്പം ഏകദേശമൊക്കെ ഒന്നാണ്ട് ഉണങ്ങി കിട്ടീന്. ഉണങ്ങാത്തൊക്കെ ഇതേപോലെ അയലാണ് കെട്ടിയാണ് നെറുവിലാണ് കൊടുന്നിടും. അപ്പോൾ അതൊക്കെ ഉണങ്ങി അതൊക്കെ മടക്കി വെക്കട്ടെ. എന്നിട്ട് വേണം അടിച്ചേരിയൊക്കെ തൊടുക്കാൻ. നെറൂലുള്ളത് ഒരു സിറ്റൗട്ട്, ഒരു ഡൈനിങ് ഹാള്, 3 ബെഡ്റൂം, പിന്നെ 2 ബാത്റൂമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു തരാണ്. അടിച്ചു തരുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ ജനാലൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ ചൂലുകൊണ്ട് തന്നെ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറാലുണ്ടാവുമല്ലോ. അപ്പോൾ അടിച്ചു വരുമ്പം ഇതേപോലെ ചൂലുകൊണ്ട് അങ്ങോട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ള മാറാലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോകുന്നും ചെയ്തോളും. മാറാലൊന്നും എത്ര തട്ടിയിട്ടും കാര്യമില്ല. 2 ദിവസം കൂടുമ്പം എത്ര തട്ടിയാലും അത് പിന്നെ അങ്ങോട്ട് ഉണ്ടാവുകയല്ലേ. മാറാലിപ്പോൾ ഒന്നായിട്ട് തട്ടിക്കൊട്ടാലൊന്നും ഇന്നൊരുങ്ങണില്ല. അതൊക്കെ പിന്നെ ഒരു ദിവസം നമുക്ക് തട്ടാം. കുറച്ച് ദിവസം മുന്നൊക്കെ തട്ടിക്കൊട്ടി നന്നാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ പെരൻ്റെ 2ാം നില ഹോം ടൂർ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഒക്കെയുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കേണ്ടി. അങ്ങനെ മക്കളെ അടിച്ചറിലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തുടക്കാനും കൂടി ഉണ്ട്. തുടക്കലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടക്കലൂടെ കഴിഞ്ഞാൽ പിന്നെ കുളിയാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔത്തുക്കാണ് കയറല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.